ആരാത്? ആരാത്? ആരാന്ന്? ആരാന്ന് പറയുന്നതല്ലേ നല്ലത്? അതൊക്കെ ആരാണെന്ന് പറയാൻ വെറുതെ എനിക്ക് ടെൻഷൻ തരരുതോ? ആരാത്? മനുഷ്യരെ പേടിപ്പിക്കുന്നത് ആര്? നിലവിളിച്ച്? നീയല്ലോടെ നിലവിളിച്ച് എന്നെ പേടിപ്പിച്ചത്? ഞാനാ? ഒറ്റ വീക്ക് വെച്ചെത്താനുണ്ടല്ലോ. പച്ചപ്പാതിരിക്ക് വന്നാണ് മനുഷ്യരെ പേടിപ്പിക്കുന്നത്. ആരെങ്കിലും കൊല്ലാൻ വന്നോ ഇങ്ങനെ നടന്ന് കാണാൻ? ഞങ്ങളുടെ പ്രാണം പോയനല്ലോ. എന്താ എന്താന്ന്? പുറത്ത് 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 വല്ല തേളും കുത്തിയിട്ടുണ്ടാവും. എന്റെ പുറത്തല്ലടാ, വീടിന്റെ പുറത്ത്. വീടിന് പുറത്താ? വീടിന് പുറത്ത് എന്തോന്നു? ഇതാരായി വാതിൽ തുറന്നിട്ടിരിക്കുന്നത്? പ്രേതം. പ്രേതം? ചത്തുപോയ മീരയുടെ പ്രേതം. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? ചത്തുപോയ മീരയുടെ പ്രേതം? പ്രേതോ? എവിടെ പ്രേതം? എവിടെ? പ്രേതം ഇവിടെ അല്ല, പുറത്ത്. പുറത്തിറങ്ങി നോക്കണം. നീ പോയി നോക്ക്. നിനക്ക് നോക്കിയാ എന്താ? പേടിയാ? പേടി ഉണ്ടായിട്ടൊന്നുമില്ല. എനിക്ക് പ്രേതത്തിലും പിശാചിലും ഒന്നും വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തൊരു നോക്കിയാൽ കാണൂല. അതാണ് ശാസ്ത്രം. ശാസ്ത്രം അങ്ങോട്ടിറങ്ങി നോക്കണം. പുല്ലേ പേടിത്തൊണ്ടന്മാര് ഇങ്ങോട്ട് വരാൻ. എവിടെ എവിടെ കണ്ടുന്നാ? എന്നിട്ട് അവളെവിടെടാ? ഞങ്ങളോടാ ചോദിക്കുന്നു. വല്ല സ്വപ്നവും കണ്ടതായിരിക്കും മനുഷ്യനെ മെനക്കെടുത്താൻ. പേടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു പേടി? പേടിത്തൊണ്ടൻ. ബാലകൃഷ്ണ, അതിനിടയ്ക്ക് അങ്ങോട്ട് പോയോ? ഇങ്ങോട്ട് തന്നെ. ആരാത്? ആരാണ് ചോദിച്ചത്? ഏത്? നിക്കണ കണ്ടില്ലേ? അത് വാഴയാ മത്തായിച്ചേട്ടാ. വാഴയാണെങ്കിൽ എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ? മനുഷ്യനല്ലേ ചോദിക്കണത്? നീ വന്നേ. ഓരോരോ പിച്ചും പേയുമായിട്ട് ഇറങ്ങിക്കൊള്ളും ബാക്കിയുള്ളവർ ഉറക്കം കളയാൻ. നീ വന്നേ, ഇങ്ങോട്ട് വരാൻ. ഇതേ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് ഉണ്ടാക്കി വെക്കുന്ന സൂക്കേടാ. അല്ലാതെ പ്രേതമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അന്ന് നീ മാംഗ്ലൂർ വെച്ച് അവളാണെന്ന് പറഞ്ഞ ഒരു പട്ടാണി പെണ്ണിന്റെ തുണി പൊക്കി നോക്കി അട്ടി കൊണ്ട് പിരിന്നില്ലേ? അത് എന്നാ കേസ്? അപ്പൊ ഇവിടെ നിന്നതോ? വാതിലടച്ചിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പൊ നിങ്ങൾ പുറത്തു കിടക്കുക. പ്രേതം, അവളുടെ പ്രേതം അതെന്നെ മുറിക്കാൻ തിരിപ്പിട്ട്. പ്രേതോ? അല്ല, ഇതെന്തൊരു ഏർപ്പാടാ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ, എന്നിട്ട് ഇപ്പോഴും നീ ഇവിടെയും അവൾ അവിടെയാണ് കിടക്കുന്നത്. പോയി അവിടെ മുറി കിടക്കണം. എന്നിട്ട് എന്തിനാ? നിനക്ക് ഒളിഞ്ഞു വെക്കാനല്ലേ? അങ്ങനെ ഇപ്പൊ നീ ഞങ്ങളുടെ സീൻ കാണണ്ട. മത്താച്ചേട്ടാ, മത്താച്ചേട്ടാ, മത്താച്ചേട്ടോ, എന്താടാ തുടങ്ങിയ പിന്നെയും? ഇവനെ നോക്കിയേ, ഇവന്റെ കല്യാണം ശരിക്കുള്ള കല്യാണമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ആ പെണ്ണിനെ അവിടെ തണിച്ചാക്കിയിട്ട് ഇവൻ ഇവിടെ വന്ന് കിടക്കുന്ന എന്തിനാ? ശരിയാണല്ലോ, നിനക്ക് അവിടെ പോയി സുഖമായിട്ട് കിടന്നൂടാ ഗോപാലകൃഷ്ണ. ഓ, ആ സുഖം ഞാൻ വേണ്ടെന്ന് വെച്ചു. നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ദുഃഖിച്ചു കഴിയുമ്പോ ഞാൻ മാത്രം സൂഹിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നീ എന്തിനാണ് ഒരു ത്യാഗം ചെയ്യണേ? എഴുന്നേൽക്കടാ. എടാ ഇങ്ങോട്ട് എഴുന്നേൽക്കാൻ. എഴുന്നേൽക്കടാ. മത്തായി ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ. തൽക്കാലം ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട. 1 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന ഞങ്ങളുടെ തീരുമാനം. എടാ കാട്ടുപോത്തെ, ഇപ്പൊ പോയി കിടന്നാലേ 1 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവുള്ളൂ. അല്ലാണ്ട് നാളെ കാലത്തൊന്നും കുട്ടികളുണ്ടാവില്ല. ബാലകൃഷ്ണ പിടിച്ചേ, പിടിക്ക്. എന്തോ ചെയ്യാൻ പോവാ? സാധനം വീണു. ഓക്കെ, ഇവന് ചിലപ്പോ കുടുംബാസൂത്രണത്തിന് ചിലപ്പോ ഗവൺമെന്റിൽ നിന്ന് കാശ് കിട്ടൂട്ടോ. തെമ്മാടത്തിന് കാണിക്കുന്നത് അതിന് വേണം കേട്ടോ. എന്താ ഇത്? മര്യാദയ്ക്ക് കട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരണോ ഞാൻ അങ്ങോട്ട് വരണോ? ബാലകൃഷ്ണ, ഇത് നല്ല ഐശ്വര്യമുള്ള കട്ടള.
എന്റെ അപ്പാപ്പൻ ഇതുമ്മ കിടന്നിട്ട് 3-ാം ദിവസം തട്ടിക്കും. ഇതെന്താ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരുന്നത്? ഇതെന്താണെന്ന്? കട്ടില് കണ്ടൂടെ അങ്ങ് മാറി കൂട്ടി. ഇതെന്തിനാ ഇവിടെ കൊണ്ടിടുന്നത്? ഇന്നു മുതൽ ഈ കട്ടിലിന്റെ സ്ഥാനം ഇവിടെയാ. ഇവിടെ ഒരു കട്ടിലുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്? അത് തന്റെ കട്ടില്. ഇതേ കിടക്കേണ്ട ആൾ ഇപ്പൊ വരും. ആര്? നീ ഇതങ്ങോട്ട് പിരിച്ചേ. ചോദിച്ചത് കേട്ടില്ലേ? ആരവിടെ വന്ന് കിടക്കാൻ പോകുന്നേന്ന്? ചൂടാവല്ലേ സിസ്റ്ററെ, ഞാനല്ല. പോരെ. നിനക്ക് എന്താ നാണം? ഇന്ന് മുതൽ നിങ്ങൾ 2 അല്ല 1. അയ്യേ, നീ എന്തിനാണ് ഇവിടെ വട്ടം കറങ്ങി നിൽക്കണേ? നാണമില്ലേ? വാതിൽ അടച്ചുകളല്ലേ? ഓ, അടച്ചു കളഞ്ഞു. മത്തായിച്ചേട്ടാ, പുറത്തുനിന്ന് കുറ്റിയിട്ടേക്കല്ലേ? കുറ്റിയൊന്നും ഇട്ടിട്ടില്ലടാ. അയ്യോ, കുറ്റിയിട്ട് കളഞ്ഞു. ഇതാ ചെറിയ കാര്യം മതി, മത്തായിച്ചേട്ടാ ഉടനെ കുറ്റിയിട്ട് കളയും. മത്തായിച്ചേട്ടാ, മത്തായിച്ചേട്ടാ, സോറി ഉണ്ട് കേട്ടോ. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാനല്ലല്ലോ, അവരല്ലേ എന്നെ കൊണ്ടുവന്ന് തള്ളിയത്. ഏതായാലും അവരുടെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതങ്ങ് പിടിച്ചോ. അയ്യോ, നാണം നാണം നാണം. പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി ആ കുട്ടിക്ക് കൊടുത്തേക്ക്. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നാളെ കാലത്ത് കുടിക്കും. മത്തായിച്ചേട്ടാ, ഓ പിന്നെ അടച്ചു കുറ്റിയിട്ടല്ലോ. ബാലകൃഷ്ണൻ എന്താ ഒച്ച കേട്ടത്? ഫസ്റ്റ് നൈറ്റ് അല്ലേ, അതിന്റെ ആയിരിക്കും മത്തായിച്ചേട്ടാ. ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാവൂ? ഇത് ഫസ്റ്റ് നൈറ്റ് അല്ല, ലാസ്റ്റ് നൈറ്റ് ആണോ? എടാ, എന്ത് പണ്ടാരത്തിനാടാ ഇവിടെ ഇതിനിങ്ങനെ കൊണ്ട് കളിച്ചിരിക്കുന്നത്? എവിടെങ്കിലും കൊണ്ടുപോയി കളയുണ്ടോ ഇതിന്? കളയേ? എവിടെ കൊണ്ട് കളയാൻ? കളയാൻ അവള് പൂച്ചക്കുട്ടിയും പട്ടിക്കുട്ടിയൊന്നും അല്ല, ഇവന്റെ ഭാര്യ. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതിയോ ശവത്തി കുത്തിയത്? കുത്തും, ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ടവൻ. എന്റെ നായകൻ തട്ടിയെടുക്കാല്ലേ മത്തായിച്ചേട്ടാ ഇവന് ഈ അക്രമം മുഴുവൻ ചെയ്തത്. വഴിയിനെങ്ങാണ്ട് ഒരു ഭ്രാന്തി പെണ്ണിനെയും പിടിച്ചോണ്ട് വന്നിട്ട് എന്റെ അമ്മാവന്റെ മകളാണ്, മുറപ്പെണ്ണാണ്, നിനക്ക് എന്തോ ഒരു അഹങ്കാരം ഉണ്ടായിട്ട് വേണം ആ ഭ്രാന്തി പെണ്ണിന്റെ എഴുതി താലി വരെ കെട്ടില്ലേറാ നീ. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എവിടെങ്കിലും കൊണ്ട് കളഞ്ഞ അവള് പോവോ? ഒഴിഞ്ഞു പോടാ അവള്. അവൾ അങ്ങനെ ഒന്നും ഒഴിഞ്ഞു പോവില്ല മത്തായിച്ചേട്ടാ, ഇവനെയും കൊണ്ടേ അവള് പോവും. നീ ഇതൊന്നും കേൾക്കണില്ലേ? കേൾക്കാതിരിക്കേണ്ട അവന്റെ ചവിട്ടി പഞ്ഞു വെച്ചേക്കും. അവനോടല്ല പറഞ്ഞത്, മാതാവിനോടാ. ഓഹോ, മാതാവിനോടും കർത്താവിനോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയാ, അതിനി നമ്മളായിട്ട് തടയാതിരുന്നാ മതി. വിധിയാ? എന്ത് വിധി? പോടോടുന്നു. എടാ ഗോപാലകൃഷ്ണ, നീ പേടിക്കണ്ട. നീ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്, ബാക്കി കാര്യം ഞാൻ ഏറ്റുന്നു. ഏറ്റല്ലോ. ഒടുക്ക അവൾ എവിടെങ്കിലും ചാടി ചത്തിട്ട് ശവം കൊണ്ട് പോലീസുകാർ വരുമ്പം അതും കൂടെ അങ്ങ് ഏറ്റോണം. എന്റെ മത്തായിച്ചേട്ടാ, ഇവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി പോയില്ലേ? ആ താലി അവളുടെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം അവൾ ഭാര്യയും ഇവൻ അവളുടെ ഭർത്താവുമാ. അവൾക്കിനി എന്ത് സംഭവിച്ചാലും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇവനാ. അത് നേരാണല്ലോ. അപ്പൊ ഇനി എന്താ ഒരു മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ. ഇവന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവൻ കെട്ടിയ താലി ഇവൻ തന്നെ പൊട്ടിക്കണം. എന്താ അതവന് സംഭവമല്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെ വിധിയെ അനുഭവിക്കട്ടെ എന്ന്. എടാ, നീ ഇത് പൊട്ടിക്കണ്ട. ഇല്ലെങ്കിൽ ഞാനിത് പൊട്ടിച്ച് വലിച്ചെറിയും. പൊട്ടിക്കാന്ന് പറയടാ. എടാ പറയാൻ. എന്ത്? ഓ, എന്തൊരു സ്നേഹം. ഈ സ്നേഹം കണ്ടിട്ടാന്നാ തോന്നണേ ഹിന്ദിക്കാർ ദോസ്തിന്നുള്ള പടം പിടിച്ചത്. കാശ് ഞാനല്ലേ കൈകാര്യം ചെയ്യാറ്. കാശും വെട്ടി ഞാൻ പിടിക്കാം. എന്നിട്ട് വേണം കൊണ്ട് കളയാൻ. എന്താ പറഞ്ഞേ? ഇത് ഉണക്ക നാടകം കളിച്ച് കിട്ടുന്ന അക്കാപ്പിച്ച കാശല്ല, ലക്ഷക്കണക്കിനുണ്ട്. നാടകത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ. അത്തയച്ചേട്ടാ ഗോലക്ഷ, ഇപ്പോഴേ ഫിറ്റ് കംപ്ലീറ്റ് കുളവാക്കും. നീ കുറച്ചു നേരം ആ റാംജി റാവുവിനും മഹേന്ദ്രവർമ്മയെ കൈകാര്യം ചെയ്യാനുള്ളതുകൊണ്ട് തൽക്കാലം വിട്ടിരിക്കുന്നു. Come on, boys. ഇയാൾ ഈ വെള്ളമെല്ലാം കൂടെ അടിച്ചു കയറ്റി കുളവാക്കുമെന്നാ തോന്നുന്നത്. എത്രയും ദയവുള്ള മാതാവേ, ഞാനും എന്റെ പിള്ളേരും കൂടി ഒരു നല്ല കാര്യത്തിന് പോവുകയാണ്. ഞങ്ങളുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കണേ. അടുത്തൊരു ബെല്ലോട് കൂടി നാടകം സമാരംഭിക്കുക. ഒന്നും മിണ്ടായിരിക്കേ, ഇത് ഫോൺ അടിക്കുന്ന ശബ്ദമാണ്. ഗോലക്ഷ, എങ്കി പറ, അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടു വന്നു. ആ പിത്തക്കാരി വണ്ടി കയറിയാ? ഓ എടാ ഗോലക്ഷ, ഇയാളെ ഏതെങ്കിലും മുറിയിട്ട് പൂട്ട്. ഈ കണ്ടീഷനെ കൊണ്ടുപോയാ മത്തായിച്ചേട്ടാ, ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഒരു ചുവട് പിഴച്ചാൽ 1, 2 അല്ല 5 പേരുടെ ജീവൻ പോകുന്നത്.